പവിത്രതകൾ ഏറെ നിറഞ്ഞ പരിപാവനമായ റജബ് മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണെന്ന് നാളെ പകൽ വരികയാണ്. ഇതുപോലുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേര് എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണ്. ഞാനൊന്ന് പറയട്ടെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകൾ, അത് കൊട്ടക്കണക്കിന് തെറ്റുകളാണ്, ഒരുപാട് തെറ്റുകൾ. ആ തെറ്റുകൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരാൻ ഒരു സെക്കൻഡ് മതി. ഒരു സെക്കൻഡ് കൊണ്ട് 1,00,000 പാപങ്ങൾ അല്ലാഹു തആല നമ്മളെ പുറത്തു തരും. നമ്മുടെ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ, അവരുടെ തെറ്റുകളും അല്ലാഹു തആല പുറത്തു തരും. എന്താ ചെയ്യേണ്ടത്? ഒരു ചെറിയൊരു ദിക്ർ. ആ ദിക്ർ പറയാൻ ഒരൊറ്റ സെക്കൻഡ് മതി. ഏതാണ് ആ ദിക്ർ? ഇതെപ്പോഴാണ് പറയേണ്ടത്? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. പരിപാവനമായ റജബ് മാസത്തിൻ്റെ മൂന്നാമത്തെ 10 നമ്മളിലേക്ക് ഇതാ പ്രവേശിക്കുന്നു. ഈ ഒരു സമയത്ത് മൂന്നാമത്തെ 10 ഒരു ദിക്ർ പറയൽ പ്രത്യേകം സുന്നത്താണ്. അതേതാണ് ആ ദിക്ർ എന്ന് നമുക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ, അബദ്ധങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പ് നൽകണമെങ്കിൽ ഒരു 7 കാര്യം ശ്രദ്ധിച്ചാൽ മതി. 7 മല പോലെയുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ നിത്യമായ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ എത്ര വലിയ തെറ്റാണെങ്കിലും അല്ലാഹു തആല പുറത്തു തരും. അപ്പോൾ ഈ അടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഈ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണുക. ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധത്തിലുള്ള ഖൈറുകളും സലാമത്തുകളും ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലാഹു അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫാ നൽകുമാറാവട്ടെ. എല്ലാ ഇടങ്ങേറുകളും അല്ലാഹു തആല മാറ്റിത്തരുമാറാവട്ടെ. ആമീൻ. ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നാളെ പകലാണ്. നമുക്കറിയാം, മൂന്നാമത്തെ 10ലേക്ക്, റജബ് മാസത്തിൻ്റെ മൂന്നാമത്തെ 10ലേക്ക് നമ്മളെല്ലാവരും പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 10കളിലും, ആദ്യത്തെ 10 ദിവസത്തിലും രണ്ടാമത്തെ 10 ദിവസത്തിലും നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തു. അൽഹംദുലില്ലാ, നമ്മൾ ഒന്നിച്ച് ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഒന്നിച്ചിരുന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും പല ജില്ലകളിലും പല വീടുകളിലുമാണെങ്കിലും നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെയായി നമ്മളെല്ലാവരും എന്ത് ചെയ്തു? ഒരേ ഒരു സദസ്സ് എന്ന രൂപത്തിൽ ഒരുപാട് ദിക്റുകൾ പറഞ്ഞവരാണ്, സ്വലാത്തുകൾ പറഞ്ഞു. അവസാനം നമ്മൾ ദുആ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ സദസ്സിനെ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അല്ലാഹ് നമ്മുടെ ചാനലിൽ തന്നെ നമുക്ക് ഒന്നിച്ച് ദിക്റും സ്വലാത്തൊക്കെ പറയണം. എല്ലാവരും കൂടെ ഉണ്ടാവണം. അല്ലാഹു തആല ഈ റജബ് മാസത്തെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ റജബ് മാസത്തിൻ്റെ മൂന്നാമത്തെ 10 ദിവസങ്ങൾ, ആ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ദിക്ർ, മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദിക്ർ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്നാണ്. സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ്, സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന ദിക്ർ. അല്ലേ? കൃപാലുവായ അല്ലാഹുവേ, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എല്ലാത്തിനും കഴിവുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഏതാണോ ആ ഇസ്മുകൾ എല്ലാം അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതാണ്. അതിൽപ്പെട്ട ഒരു ഇസ്മാണ് റഊഫ് എന്ന ഒരു ഇസ്മു. അവൻ്റെ അടിമകളോട് അല്ലാഹു തആല വളരെയധികം ദയയുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ് എന്ന് ഏകദേശം അർത്ഥം വരുന്ന ആ ഒരു ഇസ്മിനോട് ചേർത്ത് നമ്മൾ പറയുന്ന ഒരു ദുആ സുബ്ഹാനല്ലാഹിർ റഊഫ് എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം, മനുഷ്യരിൽ 3 വിഭാഗമാണ് ആളുകൾ. 3 തരത്തിലാണ് മനുഷ്യന്മാരുള്ളത്. ഒന്നാമത്തേത് നന്മകൾ മാത്രം ചെയ്യുന്ന ആളുകളാണ്. എപ്പോഴും നിസ്കാരം, എപ്പോഴും നോമ്പ്, എപ്പോഴും സൽക്കർമ്മങ്ങൾ, അങ്ങനെ ചെയ്യുന്ന ഒരുപാട്, അങ്ങനെ സദാസമയം അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളുണ്ട്. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ തിന്മകൾ മാത്രം ചെയ്യുന്ന ആളുകളാണ്. നന്മയൊന്നുമില്ല, തിന്മ മാത്രം. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവർ തിന്മ ചെയ്യും, പക്ഷേ ആ തിന്മ ചെയ്തതിന് ശേഷം അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന ആളുകളാണ്. ഈ 3 വിഭാഗം ആളുകളിലും അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ മൂന്നാമത് പറഞ്ഞ വിഭാഗമാണ്. കാരണം ഇടയ്ക്കൊക്കെ തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുന്ന വിഭാഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, കുല്ലു ഇബ്നു ആദമ ഖത്താ
വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എന്താണ്, എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട, അതായത് ആദം സന്തതികൾ മനുഷ്യർ അവരെന്താണ്, പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ്. ഈ പാപങ്ങൾ ചെയ്തു പോകുന്ന ആളുകൾ, ഇവരിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അത് തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ആളുകളാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ദിക്ർ ആദ്യം പഠിച്ചു. ഏതാണ്? ഈ പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ മൂന്നാമത്തെ 10 ദിവസങ്ങളിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്റാണ് സുബ്ഹാനല്ലാഹി റഊഫ്. അത് നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമതൊരു ദിക്ർ നമുക്ക് പഠിക്കാം. അതായത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ ജുമാ നിസ്കാരം കഴിഞ്ഞ്, വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് ശേഷം ഒരാൾ 3 പ്രാവശ്യം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? നിങ്ങൾക്ക് കാണാം, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞേ. സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. ചെറിയൊരു ദിക്റാണ്. ഒരു പ്രാവശ്യം പറയാം, 1 സെക്കൻഡ് പോലും വേണം, 1-2 സെക്കൻഡ് മാത്രം മതി അല്ലേ? സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി. ഒരു 1-2 സെക്കൻഡ് മാത്രം. ഈ ഒരു ദിക്ർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ 3 പ്രാവശ്യം അവൻ ജുമാ നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ, അത് പള്ളിയിലാവട്ടെ, ചിലപ്പോൾ വീട്ടിലായിരിക്കാം, ചിലപ്പോൾ പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന സമയത്താവാം, ഏത് സമയത്താണെങ്കിലും അവൻ ഈ ഒരു ദിക്ർ പറഞ്ഞാൽ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം, ഇത് നമുക്ക് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു എഴുതിയ ഇആനത്തു ത്വാലിബീനിൽ മഹാനായ ഇമാം ബക്കരി തങ്ങൾ എഴുതി വെക്കുകയാണ്, ഒരു മനുഷ്യൻ ജുമാ നമസ്കാരത്തിന് ശേഷം, അതായത് വെള്ളിയാഴ്ച ദിവസം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ 3 പ്രാവശ്യമോ 1 പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അല്ലാഹു തആല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ, അവനിക്ക് അല്ലാഹു തആല 1,00,000 പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. യാ അല്ലാഹ്, 1,00,000 പാപങ്ങൾ പുറത്തു കൊടുക്കും. അവനിക്ക് മാത്രമല്ല, അവൻ്റെ മാതാപിതാക്കളുടെ 24,000-ഓളം വരുന്ന പാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ആ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ, അല്ലാഹു തആല ആ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നാണ്. അപ്പോൾ എത്ര വലിയ പ്രതിഫലമാണ്! വെറും സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് വലിയ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുമുള്ള ഒരു ചെറിയ ദിക്റാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്നുകൂടി പറയാം, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറഞ്ഞ്, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ. അതുകൊണ്ട് ആ ദിക്ർ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പരിശുദ്ധമായ റജബ് മാസമാണ്. റജബ് മാസത്തിൽ ഇത്തരത്തിലുള്ള ദിക്റുകളും സ്വലാത്തുകളുമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത്, വർദ്ധിപ്പിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ദുആ ചെയ്യുക. നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല, നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു തരാൻ ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് വഴികൾ. അതിൽപ്പെട്ട ഒരു വഴിയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എല്ലാ ദിവസവും, എല്ലാ വെള്ളിയാഴ്ച ദിവസവും ജുമാ നിസ്കാരത്തിന് ശേഷം, ഇനി വെള്ളിയാഴ്ച ദിവസം ഏത് സമയത്ത് പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ ഇവിടെ ബക്കരി തങ്ങൾ ഇആനത്തു ത്വാലിബീൻ എഴുതി വെച്ചത് ജുമാ നമസ്കാരത്തിന് ശേഷം എന്നാണ്. അപ്പോൾ ജുമാ നമസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി എന്ന് പറയുക. അത് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാൻ കാരണമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു, നമ്മുടെ തെറ്റുകൾ ചെയ്താൽ അല്ലാഹു തആല നമുക്ക് പുറത്തു തരുന്ന മറ്റൊരു കാര്യമാണ് ദുആ ചെയ്യുക, അല്ലാഹുവിലേക്ക് ദുആ ഇറക്കുക. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ പറയുക, തൗബ ചെയ്യുക അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, കുല്ലു ദാഇൻ ദവാഉൻ വദവാഉദ് ദുനൂബി അൽ ഇസ്തിഗ്ഫാർ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ലോകത്ത് ഏതെല്ലാം രോഗങ്ങളുണ്ട് അതിനൊക്കെ മരുന്ന് പടച്ചവൻ വിധിച്ചിട്ടുണ്ട്. പക്ഷെ പല രോഗത്തിനുമുള്ള മരുന്ന് മനുഷ്യർ കണ്ടുപിടിച്ചിട്ടില്ല. അത് മനുഷ്യൻ്റെ ഒരു കഴിവുകേടാണ്. അപ്പോൾ ലോകത്ത് ഏതൊക്കെ രോഗങ്ങളുണ്ടോ അതിനുള്ള മരുന്നും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. മനുഷ്യർ ചെയ്തു പോകുന്ന പാപങ്ങൾ അതൊരു രോഗമാണ്. ആ പാപങ്ങളാകുന്ന രോഗങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരാനുള്ള ഒരു മരുന്ന് അത് ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന ദിക്റാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പരിശുദ്ധമായ ദിവസം മുതൽ ഇനിയുള്ള ദിവസം, ഇനി റജബ് മാസം അല്ലേ, ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമാണ് നമ്മളിലുള്ളത്. പിന്നെ ശഅബാൻ വരുന്നു, റമദാൻ വരുന്നു. ഈ റജബ് പോയതുപോലും നമ്മൾ അറിഞ്ഞില്ല. ഇപ്പോൾ 3ാമത്തെ 10ലേക്ക് നമ്മൾ കടക്കുന്നല്ലോ അല്ലേ? റജബ് മാസം എങ്ങനെയാണ് പോയതെന്നും പോലും നമുക്കറിയില്ല. വേഗത്തിലാണ് പോകും. റജബൊക്കെ വേഗത്തിൽ പോകും, ശഅബാനും റമദാനും അതിവേഗത്തിൽ പോകും. അപ്പോൾ അതുകൊണ്ട് ഉള്ള സമയങ്ങൾ നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി ഇബാദത്തിൽ കഴിഞ്ഞുകൂടുക. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ നമ്മുടെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരും.
അതോടൊപ്പം തന്നെ ഒരുപാട് നന്മകൾ ഉണ്ടാകും. മക്കളില്ലാത്തവർക്ക് ഖൈറായ കുട്ടികളുണ്ടാവാൻ, വീടില്ലാത്തവർക്ക് വീടുണ്ടാവാൻ, വീട് പണി നടക്കുന്നവരുടെ വീട് പണി വേഗത്തിലാവും ഒക്കെ എന്താണ് ഈ ഇസ്തിഗ്ഫാർ നമുക്ക് കാരണമാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ മറന്നു പോകണ്ട. നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ അല്ലാഹു തആലയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. രണ്ടാമത്തേത് അഫ്ശുസ്സലാമ ബൈനക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണ്. നമ്മുടെ തെറ്റുകൾ ചെയ്തു പോകുന്ന പാപങ്ങൾ വേഗത്തിൽ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് സലാം പറയുക. വെറുതെ സലാം പറയുക മാത്രം കഴിയുകയാണെങ്കിൽ സലാം പറയുക. അതോടൊപ്പം തന്നെ കഴിയുകയാണെങ്കിൽ ആ സലാം പറഞ്ഞ് രണ്ടുപേർ തമ്മിൽ കൈ കൊടുക്കുക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഷേക്കാൻഡ് കൊടുക്കൂലേ, നമ്മൾ ഷേക്കാൻഡ് കൊടുത്താൽ, കൈ കൊടുത്താൽ അവിടെ ആ രണ്ട് വ്യക്തികളുടെ കൈകൾ ചേർക്കുമ്പോൾ രണ്ട് കൈകളിലൂടെയും അവർ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ സലാം പറയുക. അഫ്ഷു എന്ന് പറഞ്ഞാൽ ഫഷ എന്ന് പറഞ്ഞാൽ അത് വ്യാപിപ്പിക്കുക എന്നാണ്. സലാമിനെ വ്യാപിപ്പിക്കുക. അതെന്താണ്? നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ കാരണമാണ്. മൂന്നാമത്തെ നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ, ഭാര്യയും ഭർത്താവും അവർ സ്നേഹത്തോടെ ഒന്ന് കൈകൾ ചേർത്ത് പിടിക്കുക. സ്നേഹത്തോടെ ഒന്ന് കൈകൾ നമ്മൾ ചോദിക്കട്ടെ, എൻ്റെ ഉപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ഭാര്യയുടെ കൈ പിടിച്ചിട്ടുള്ളത്? എൻ്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൈകൾ നിങ്ങൾ പിടിച്ചത് എപ്പോഴാണ്? നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു കല്യാണത്തിൻ്റെ ആ പുതുമോടിയിൽ പരസ്പരം കൈയൊക്കെ പിടിച്ച് പാർക്കിലൂടെയും ബീച്ചിലൂടെയൊക്കെ നടന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ രണ്ടായി, പേരക്കുട്ടികളായി, മരുമക്കളായി. ഇപ്പോൾ എവിടെയാണ് അവസ്ഥ? ഇപ്പോൾ കൈ പിടിക്കുക, നേരിട്ടൊന്നും സംസാരിക്കാൻ പോലും സമയമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറാറുണ്ട്. അങ്ങനെയല്ല, ഭാര്യ ഭർത്താക്കന്മാർ അതാണ് അവരുടെ ആ ഒരു ഭാര്യ ഭർത്താവ്, അത് കല്യാണത്തിന് ശേഷമുള്ള അവരുടെ ആ ജീവിതം എന്ന് പറഞ്ഞാൽ അതിശ്രേഷ്ഠമാണ്. നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ് ഈ കല്യാണ ബന്ധം, നിക്കാഹിൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ. അങ്ങനെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം കൈകൾ ചേർത്ത് പിടിച്ചാൽ അവരുടെ കയ്യിലൂടെ ചെയ്ത പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇനി നാലാമത്തേത്, പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുന്ന നാലാമത്തെ ഒരു രൂപമാണ് എന്ത്? നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് അല്ലേ, വുളു ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ളുഹർ നിസ്കാരത്തിനടുത്ത് വുളു ഉണ്ടാകും ചിലപ്പോൾ അസറിനെ, പക്ഷെ എന്നാലും വുളു എന്ന് പുതുക്കുക. വുളു ഒന്ന് മുറിഞ്ഞിട്ടില്ല എങ്കിലും വുളു ഒന്ന് പുതുക്കൽ പ്രത്യേകം സുന്നത്താണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ വുളു എടുക്കുമ്പോൾ അവൻ്റെ വുളുവിൽ അവന് വായിൽ വെള്ളം കൊപ്പിളിച്ച് അല്ലേ, വായിൽ വെള്ളമെടുത്ത് കൊപ്പിളിക്കൂലേ, തുപ്പിക്കളയൂലേ, അപ്പോൾ വായ കൊണ്ട് പറഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. മുഖം കഴുകുമ്പോൾ കണ്ണുകൊണ്ട് ചെയ്ത മുഖം കൊണ്ട് ചെയ്ത പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും. അതുപോലെ കൈകൾ കഴുകുമ്പോൾ കൈകൾ കൊണ്ട് ചെയ്ത പാപം, ചെവി തടകുമ്പോൾ ചെവി കൊണ്ട് അവൻ കേട്ട പാപങ്ങൾ, കാല് കഴുകുമ്പോൾ അല്ലാഹു തആല അവൻ്റെ കാലുകൾ കൊണ്ട് നടന്ന പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അഞ്ചാമത്തെ ഒരു വഴിയാണ് നമ്മുടെ നിസ്കാരം, 5 വഖത്ത് നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ നബി തങ്ങൾ ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി. ആ മരത്തിൻ്റെ ചുവട്ടിലെത്തിയിട്ട് നബി തങ്ങൾ ആ മരത്തെ പിടിച്ച് ശക്തിയായിട്ട് ഇങ്ങനെ കുലുക്കിയപ്പോൾ ആ മരത്തിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ വീഴുകയാണ്. ഇലകൾ വീണപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, ആ തദറൂന മാഹ, ഇത് എന്താണെന്നറിയോ? അപ്പോൾ സ്വഹാബിമാർ പറഞ്ഞു, നബിയെ ഇലകൾ വീഴുന്നുണ്ട്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഈ ഇലകൾ വീഴുന്നത് പോലെ ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കാരം അവൻ കൃത്യമായി നിസ്കരിച്ചാൽ ഈ ഇലകൾ വീഴുന്നത് പോലെ അവൻ്റെ പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയാണ്. അപ്പോൾ നിസ്കാരം അത് കൃത്യമാക്കുക, നിത്യമാക്കുക. ഇത് പരിശുദ്ധമായ നിസ്കാരത്തിൻ്റെ വാർഷിക മാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നിസ്കാരം ഖളാ ആക്കരുത്. നിസ്കാരം ഖളാ ആയിട്ടുള്ളവർ വേഗത്തിൽ ആ നിസ്കാരമൊക്കെ ഖളാ വീട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആറാമത്തേത്, നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനുള്ള മറ്റൊരു മാർഗ്ഗമാണ് സ്വതക്കകൾ അധികരിപ്പിക്കുക. സ്വതക്കകൾ, വീട്ടിലൊരു പാവപ്പെട്ടവൻ വന്നാൽ കഴിയുന്ന സ്വതക്ക എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തു വിടുക. പുരുഷന്മാർ പള്ളിയിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ചില്ലറ പൈസയെങ്കിലും കരുതിയിട്ട് പോവുക. ഏത് പള്ളിയാണെങ്കിലും പള്ളിയിൽ ചിലപ്പോൾ ഈ ജുമാ നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ ജുമാക്ക് മുമ്പോ ഈ ബക്കറ്റുമായിട്ട് ചിലപ്പോൾ ആളുകൾ വരാറുണ്ട് അല്ലേ, ഉസ്താദുമാർ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ വരും. അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക ഇട്ടാൽ അതെന്താ, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാം, അസ്വദഖത്തു തുത്ഫിഉ വലബറബ്, അള്ളാഹുവിൻ്റെ കോപത്തെ ശമിപ്പിക്കാനുള്ള ഒരു വഴിയാണ് സ്വതക്കകൾ കൊടുക്കുക. അത് നമ്മൾ ചെയ്തു പോകുന്ന പാപങ്ങളെ പൊറുപ്പിക്കാനുള്ള വഴിയാണ്. ഏഴാമത്തേത് ദിക്റുകൾ അധികരിപ്പിക്കുക. ദിക്റുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഒരു യുദ്ധം കഴിഞ്ഞ് വരുമ്പോൾ സ്വഹാബിമാർ കൂടെയുണ്ട്.
നബിതങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് ചെറിയൊരു മരം കണ്ട്, ചെറിയൊരു വൃക്ഷം. നബിതങ്ങൾ ആ വൃക്ഷത്തെ പിടിച്ചിങ്ങനെ വെറുതെ കുലുക്കിയപ്പോൾ അതിൽ കുറച്ച് ഇലകൾ ഇങ്ങനെ വീണു. അപ്പോൾ ചോദിച്ചു, സ്വഹാബിമാരെ, നിങ്ങൾക്ക് ഞാനൊരു 4 കെലിമത്തുകൾ പറഞ്ഞു തരാം. ഈ 4 കെലിമത്തുകൾ, 4 വാക്കുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ ഈ ഇലകൾ കൊഴിയുന്നത് പോലെ കൊഴിഞ്ഞു പോകുന്നതാണ്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 കെലിമത്തുകൾ ഒന്ന് പറഞ്ഞേ, നമുക്കറിയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ 4 കെലിമത്തുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അത് ഏത് സമയത്ത് പറയട്ടെ, എപ്പോൾ പറയട്ടെ, എത്ര വേണമെങ്കിലും പറയട്ടെ, പറയുന്നതിനനുസരിച്ച് അവൻ്റെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുകയാണ്. അപ്പോൾ ഈ പരിശുദ്ധമായ ഈ റജബ് മാസത്തിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച രാവിന്ന് നാളെ പകൽ വരികയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റിയ അതിശ്രേഷ്ഠമായ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. തെറ്റുകൾ പൊറുക്കപ്പെടാൻ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകും. അതൊക്കെ നമ്മളറിയാതെ തന്നെ പൊറുക്കപ്പെടാൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതോടൊപ്പം തന്നെ ഈ അവസാനത്തെ 10-ലാണല്ലോ നമ്മളുള്ളത്. ഈ അവസാനത്തെ റജബ് 27-ാം രാവ് അതിശ്രേഷ്ഠമാണ്. നമ്മളൊക്കെ വളരെയധികം പുണ്യമായിട്ട് കരുതാറുള്ള മിഅ്റാജ് രാവ് വരികയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള അമലുകൾ ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. വരുന്ന ദിവസങ്ങളിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പ്രത്യേകം നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ശ്രേഷ്ഠതകളാണ് ഈ മിഅ്റാജ് നോമ്പ്. മിഅ്റാജിൻ്റെ ദിനത്തിലെ നോമ്പ് പിടിച്ചാൽ വലിയ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു തആല ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പലവിധ ആവശ്യങ്ങൾ, വസിയത്തുകൾ പറഞ്ഞ്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു തആല ശിഫാ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് നൽകട്ടെ. ഈ പരിശുദ്ധമായ റജബിലും ശഅബാനിലേക്ക് അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. റമളാനിലേക്ക് നമ്മളെ എത്തിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.